സേവിക്കുന്ന ഒരു ദൈവവൈതലിന് അനുഗ്രഹങ്ങളുണ്ട്, നന്മകളുണ്ട്. വഴികൾ തുറക്കപ്പെടുവാനിടയായിത്തീരും. പ്രാർത്ഥനയ്ക്ക് മറുപടികൾ ലഭിക്കാനിടയായിത്തീരും. ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കാനിടയായിത്തീരും. എന്നാൽ അത് മാത്രമല്ല, ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലും തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത, കൂടെയിരിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. യെരുശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവൻ നിശ്ചയമായും കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം അരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ കൂടി നടന്നോളുവി എന്നൊരു വാക്ക് പുറകിൽ കേൾക്കും. ഈ വാക്യത്തിൽ പറയുന്നത് സിയോൻ നിവാസികളോട്, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനത്തോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിൽ നിശ്ചയമായിട്ടും നിങ്ങളോട് കരുണ തോന്നുന്ന ഒരു ദൈവം. അതുമാത്രമല്ല, കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാലും നിങ്ങളുടെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി തന്ന്, വഴി അറിഞ്ഞ്, വഴി തടയാതെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നേർവഴിയിലൂടെ നടത്തുന്ന ഒരു പിതാവ്, ഒരപ്പൻ നമുക്ക് വേണ്ടിയുണ്ട്. യോബിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ ഭക്തനായൊരു മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഊസ് ദേശത്ത് നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ട് അകന്നവനുമായ ഒരു ഭക്തനായ ഇയ്യോബിനെ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ സമ്പന്നനായ ഒരു മനുഷ്യൻ, വളരെ അനുഗ്രഹങ്ങളുള്ളൊരു മനുഷ്യൻ. ഇയ്യോബിനെക്കുറിച്ച് പറയുവാൻ സാധിക്കുന്നത്, ഇയ്യോബിന് 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയും മൃഗസമ്പത്തും വളരെ ദാസ്യജനവും ഉണ്ടായിരുന്ന സമ്പന്നനായ ആ ദേശത്തിലെ മഹാനായൊരു മനുഷ്യൻ. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ, നേരോടെ, നിഷ്കളങ്കതയോടെ നടക്കുന്ന ഒരു മനുഷ്യൻ. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട് ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു? എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. ദൈവം സാക്ഷ്യം പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ. എന്നാൽ സാത്താൻ ദൈവത്തോട് പറയുകയാണ്, എന്തുകൊണ്ടെന്നറിയാമോ അവൻ നിഷ്കളങ്കനായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവൻ നേരുള്ളവനായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇയ്യോബ് ഭക്തനായിരിക്കുന്നത്? സാത്താൻ അതിന് പറയുന്ന പ്രതിവാദമെന്ന് പറയുന്നത്, അവനും അവൻ്റെ വീടിനും അവൻ്റെ സമ്പത്തിനും എല്ലാം സുരക്ഷിതമായി വേലി കെട്ടിയിരിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവം ഉള്ളത് കൊണ്ടാണ് ഇയ്യോബ് ഭക്തനായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇയ്യോബ് ഭക്തിയോടെ ഇരിക്കുന്നതെന്ന് ആ ഇയ്യോബിൻ്റെ ഭക്തിയെ ചോദ്യം ചെയ്യുന്നത് പോലെ ഉള്ള അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ ദൈവം പിശാചിനോട് പറയുവാനിടയായിത്തീർന്നു, നീ അവനെ തൊടുക. അവൻ നിൻ്റെ മുഖത്ത് നോക്കി പിശാച് പറയാനിടയായി തീർന്നു, നീ
അവനെ തൊടുക, നീ അവൻ്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് പറഞ്ഞ് ഈ ഇയ്യോബിനെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഏൽപ്പിക്കുവാനിടയായിത്തീർന്നു. ദൈവം ഇങ്ങനെ പറഞ്ഞു, ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിൻ്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ പുറപ്പെട്ടു പോയി. നമുക്ക് തുടർന്ന് വായിക്കുവാൻ കഴിയുന്ന സാഹചര്യം, പെട്ടെന്ന് പ്രതിസന്ധികൾ ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ശെബായാർ വന്ന് വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊന്നു. ആകാശത്ത് തീ വന്ന് വീണ് ആടും വേലക്കാരും നശിക്കുവാനിടയായിത്തീർന്നു. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. അവരെ വേലക്കാരെ വായ്ത്തല കൊണ്ട് വെട്ടിക്കൊന്നു. പൊടുന്നനവേ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഇയ്യോബ് വസ്ത്രം കീറി തല മുണ്ടനം ചെയ്ത് സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചിട്ട് ഇയ്യോബ് പറയുന്നു, നഗ്നനായി ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ദൈവം തന്നു, ദൈവം എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിലൊന്നും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്യുകയോ ദൈവത്തെ തള്ളിക്കളയോ ചെയ്തില്ല. കാരണം ഉത്തമമായൊരു വിശ്വാസം, ഉത്തമമായ ദൈവത്തിലുള്ള ഒരാശ്രയം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ കാണുന്നു, തൻ്റെ ഭാര്യ തന്നെ തള്ളിപ്പറഞ്ഞു. ഇനിയും നിൻ്റെ ഭക്തി നീ മുറുകെ പിടിച്ചിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളക എന്ന് സ്വന്തം ഭാര്യ തന്നോട് പറയുമ്പോൾ ഇയ്യോബ് ദൈവത്തോട് ഇയ്യോബ് ആ ഭാര്യയോട് പറയുന്നുണ്ട്, നീ പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുമെന്നോ? ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മകൾ കൈക്കൊള്ളുന്നു, തിന്മകളും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞാൽ, നന്മകൾ മാത്രമല്ല ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അനുഗ്രഹങ്ങൾ മാത്രമല്ല ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. കഷ്ടങ്ങളും ഭാരങ്ങളും വേദനകളും ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ഇതിലൊന്നും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്യുകയോ ദൈവത്തെ തള്ളിക്കളയോ ചെയ്തില്ല. എന്നാൽ നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും, ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്തുവാനിടയായി തീർന്നു. ജീവിതത്തിന് ദൈവം വ്യത്യാസം വരുത്തുവാനിടയായി തീർന്നു. ഇയ്യോബ് പറയുകയാ, അറിവ് കൂടാതെ ആലോചന മറച്ചു കളയുന്ന ഒരുവനാർ, അങ്ങനെ എനിക്കറിഞ്ഞുകൂടാമെന്നും അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, ഇപ്പോഴോ കണ്ണാൽ കാണുന്നു. അപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നഷ്ടത്തെയെല്ലാം ലാഭമാക്കി തീർത്തു. ഇയ്യോബിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. ഇയ്യോബിന് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി ദൈവം കൊടുത്തു. സമ്പത്തുകൾ നഷ്ടപ്പെട്ടത് ഇരട്ടിയായി കൊടുത്തു. പൊൻനാണ്യവും പൊന്മോതിരവും കൊടുത്തു. ഇയ്യോബിൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങൾ ആരും ആ ദേശത്തുണ്ടായിരുന്നില്ല. അത്രമാത്രം ശ്രേഷ്ഠമായ നിലയിൽ ഇയ്യോബിനെ ദൈവം ആദരിപ്പാനിടയായി തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെയും വേദനയുടെയും ജീവിതത്തിൻ്റെ നാളുകൾ കടന്നു വരാം. എന്നാൽ മറഞ്ഞിരിക്കുന്നൊരു ദൈവമല്ല, നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് വെളിപ്പെട്ടു വരുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൽ ആശ്രയിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനം ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.